വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക് 8ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് മലയാളം മീഡിയത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് എടുക്കണം എന്നുള്ളത് ഒരുപാട് പേരൻസ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? പഴയ ടെക്സ്റ്റ് ബുക്ക് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ ഒരുപാട് വായിക്കണം ടെക്സ്റ്റ് കേട്ടോ. ഒരു പോർഷൻ ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു പോർഷനാണ് എടുക്കുന്നത്. അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എന്തൊക്കെ അതിനകത്തുനിന്ന് ചോദിച്ചെന്നുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് മാക്സിമം വായിക്കുക. കുട്ടികളിപ്പം ചെയ്യാത്ത ഒരു കാര്യം അതാണ്, എന്ത്, പുസ്തകം വായിക്കത്തില്ല. അതുപോലെ തന്നെ സോഷ്യൽ ഒട്ടുമിക്ക ഒരുപാട് കുട്ടികൾക്ക് മടിയാണ് പഠിക്കാൻ. അത് വേറൊരു കാര്യം. പക്ഷേ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ ഒരു ചെറിയൊരു സജഷനാണെന്ന് നിങ്ങൾ എടുത്താൽ മതി. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും എന്ത് ചെയ്യുക, മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൂടി വാങ്ങിക്കുക പഴയത് കിട്ടുവാണെങ്കിൽ. കാരണം എല്ലാവരുടെയും പേരൻസിനൊന്നും ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കുട്ടികളെ മനസ്സിലാക്കാൻ പ്രയാസം കാണും. അതിന് ഒരുപാട് ആപ്പും കാര്യങ്ങളും ഡിക്ഷണറിയൊക്കെ വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഓരോ വാക്ക് ഉച്ചരിക്കുന്നത്, അതിൻ്റെ മലയാളം അർത്ഥം. എങ്കിലും മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് കൂടി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യും. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളെ കൊണ്ടാണെങ്കിൽ പോലും മലയാളം മീഡിയത്തിൻ്റെ ഓരോ പോർഷൻ വായിപ്പിച്ചതിന് ശേഷം അവരെ കൊണ്ട് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് വായിപ്പിക്കുക. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നീട് പതിയെ കുട്ടികൾ സോഷ്യലിന് ആ ഒരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ ചെയ്ത് നോക്കുക പറ്റുന്നവരും. അതായത് മാക്സിമം ചെയ്യാൻ പറ്റുന്നവർ എന്ത് ചെയ്യാതെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിലെ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്ററാണ്. ഏത്? ഏർലി ഹ്യൂമൻ ലൈഫ്, പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും മലയാളത്തിൻ്റെ ചാപ്റ്റർ ഒട്ടുമിക്ക എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയിട്ട് ഇവിടെ ആദ്യം ഒരു കേവ് പെയിൻറ്റിംഗ് ആണ് കൊടുത്തത്. എന്താണ് കേവ്? ഗുഹയാണ് അല്ലേ. അപ്പോൾ കേവ് പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഗുഹാചിത്രം എന്നാണ്. 2 boys from Lascaux in north west France set out with their dog for hunting rabbits. അതായത് ഫ്രാൻസിലെ ലാസ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് 2 കുട്ടികൾ എന്ത് ചെയ്തു, അവരുടെ ഡോഗുമായിട്ട്, അവിടെയൊക്കെ വേട്ടപ്പട്ടികളുണ്ട്, അപ്പോൾ അതുമായിട്ട് അവരെന്ത് ചെയ്യുക, കാട്ടുമുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ഡോഗിനെ കാണാതാവുകയും അവരത് അന്വേഷിച്ച് പോവുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഗുഹ കണ്ടെത്തുകയും അതിനകത്തുള്ള കുറച്ച് പിക്ചേഴ്സുമാണ്. അങ്ങനെയാണ് ചാപ്റ്റർ ഇവിടെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതൊന്ന് വായിച്ച് നിങ്ങൾക്ക് വേണ്ട പോയിൻറ്റ്സ് നിങ്ങളിലോട്ട് എത്താതെ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു കേവിൽ, ഒരു ഗുഹയിൽ ചെന്നു. അവരൊരു ഇമേജ് കണ്ടു, ഒരു പിക്ചർ കണ്ടു, ഒരു ചിത്രം കണ്ടു എന്ന് അവർ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും അവിടെ മുതൽ തുടങ്ങാം. ദേ വെയർ ദ പിക്ചേഴ്സ് ഡ്രോൺ ബൈ ദ പാലിയോലിത്തിക് മാൻ. അതായത് അവിടെ കണ്ട ആ ചിത്രങ്ങൾ ആര് വരച്ചിരുന്ന, പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വരച്ചിരുന്ന ചിത്രങ്ങളായിരുന്നു അത്. സെവറൽ സച്ച് കേവ് പെയിൻറ്റിങ്സ് ക്യാൻ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. അതായത് ഇപ്പോൾ ഫ്രാൻസിലെ ലാസ്കോയിലാണ് നമ്മൾ ഇങ്ങനൊരു ഗുഹാചിത്രം കണ്ടത്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള കേവ് പെയിൻറ്റിങ്സ്, ഗുഹാചിത്രങ്ങൾ കാണാൻ പറ്റും. അതുപോലെ ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കാനും ഉച്ചരിക്കാനും ഒക്കെ പ്രയാസം കാണും. അവർ മാക്സിമം ടെക്സ്റ്റ് ബുക്ക് വായിപ്പിക്കുക. അതല്ലാണ്ട് ഇതിനൊരു സൊല്യൂഷൻ ആർക്കും പറഞ്ഞുതരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം ഏതാണോ പ്രയാസം അതിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ പതിയെ അതങ്ങ് ഇഷ്ടപ്പെട്ട് പോയിക്കോളും. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലായി സോഷ്യലൊക്കെ പഠിക്കാനൊക്കെ 7ാം ക്ലാസ് പോലല്ല 8ലൊക്കെ കൂടുതലുണ്ട്. ഇപ്പം മടിയുള്ളവർക്ക് 10ാം ക്ലാസ്സിൽ വരുമ്പോൾ സോഷ്യൽ വലിയൊരു ഭാരമായിട്ട് തോന്നും. അതുകൊണ്ട് ഇപ്പോഴേ ടെക്സ്റ്റ് ബുക്കിനെയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങണം കേട്ടോ. Several such cave paintings can be seen in different parts of the world. These pictures provide valuable information on the early human life. ഇല്ലേ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെയിൻറ്റിങ് പണ്ടുള്ള മനുഷ്യർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴില്ലേ നമുക്ക് അവരെക്കുറിച്ചൊക്കെ അറിയാവുന്നത്. അതോ പണ്ട് നമ്മുടെ അപ്പൂപ്പൻ അങ്ങുള്ളവരൊക്കെ ഇപ്പം വന്ന് പറയുമോ, മക്കളെ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു, ഞങ്ങളന്ന് ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നത്, ഞങ്ങളെ ഗുഹയിൽ ഒരുപാട് ചിത്രങ്ങൾ, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അന്നുള്ള പിക്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവരെക്കുറിച്ചുള്ള വാല്യുബിൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. നോക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പാലിയോലിത്തിക് ഏജ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ദീസ് ആർ ദ കേവ് പെയിൻറ്റിങ്സ് ഡ്രോൺ ബൈ ദ പാലിയോലിത്തിക് മാൻ അറൗണ്ട് 10,000 ഇയേഴ്സ് ബാക്ക്. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാചീനകാല മനുഷ്യർ വരച്ച ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയിട്ട് ഗ്രൂപ്പ് ഡാൻസ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് ഇമേജസ് നോക്കുക ക്ലാസ് കേട്ടതിന് ശേഷം. ഹണ്ടിങ്ങിൻ്റെ ഇന്ത്യയിലെ ഭീംബേഡ്കയിലാണ് കൊടുത്തിട്ടുള്ളത്. ബൈസൺ കാട്ടുപോത്താണ്.
ബോർ എന്ന് പറയുന്നത് കാട്ടുപന്നിയാണ്. അത് സ്പെയിനിലെ അൾട്ടാമിറയിലാണ് ഈ പറയുന്ന ബോറിൻ്റെ ചിത്രം. BOAR ആണ് ബോർ, കാട്ടുപന്നി. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാട്ടെ ഫ്രാൻസിലെ ഷോവേ എന്നാണ് വായിക്കുന്നത് കേട്ടോ. ഫ്രാൻസിലെ ഷോവയിലുള്ള ബൈസൻ്റെ ചിത്രമാണ്, കാട്ടുപോത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം ഗുഹാചിത്രങ്ങളാണ്, കേവ് പെയിൻറ്റിങ്സ് ആണ്. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നോക്കി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് കേവ് പെയിൻറ്റിങ്സ്, അതിനെക്കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും നമുക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. നിങ്ങൾ എന്തായാലും അത് ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് മാക്സിമം അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്, മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ് അല്ലേ. ഇവിടെ ഹണ്ടിങ്ങിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയിലെ ഭീംബേഡ്കയിൽ നിന്നുള്ള ചിത്രങ്ങളാണത്. അപ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് നമ്മൾ മനുഷ്യർ കണ്ടെത്തിയ ചിത്രങ്ങളാണ് ഈ 4 ചിത്രങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഒന്ന് എന്താണ്, മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്. ഇതെന്താണ്, കൂടുതലും അവർ ആനിമൽസ്, മൃഗങ്ങളുടെ ചിത്രങ്ങളല്ലയോ കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ള, റീക്രിയേഷൻ ആക്ടിവിറ്റീസിൽ അവർ ഏർപ്പെട്ടു എന്നുള്ള കാര്യവും നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ചിത്രങ്ങൾ വരയ്ക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടല്ലേ പിക്ചേഴ്സ് എന്ത് ചെയ്തിരുന്നത്, കേവിൽ അവർ വരച്ചിരുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഇമേജ് നമുക്കതിനകത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നൊരു കളക്റ്റീവ് ലൈഫ്, അതായത് കൂട്ടമായിട്ടുള്ള ഒരു ജീവിതം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പാലിയോലിത്തിക് മെൻ ഹണ്ടഡ് കളക്റ്റീവ്ലി, അതായത് കൂട്ടമായിട്ടാണ് അവർ എന്ത് ചെയ്തിരുന്നത്, വേട്ടയാടാൻ പോകുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പാലിയോലിത്തിക് ഏജ് ആണ് പറയുന്നത്, പ്രാചീന ശിലായുഗമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കേവ് പെയിൻറ്റിങ്സ് ഒരു ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഈ കേവ് പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകതകൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ഏർലി മാൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്. അതാണ് നമ്മൾ പറയുന്നത് ഹണ്ടഡ് ആനിമൽസ്. അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. വിനോദ പരിപാടികളിൽ, റീക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ അവർ എന്ത് ചെയ്തിരുന്നു, കളക്റ്റീവ്ലി എൻഗേജ്ഡ്, കൂട്ടമായിട്ട് അവർ എന്ത് ചെയ്തിരുന്നു, പങ്കെടുത്തിരുന്നു എന്നുള്ളത് നമുക്കിതിനകത്ത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ പറഞ്ഞ ഹണ്ടിങ് ആണ് മെയിനായിട്ടുള്ള അവരുടെ ഒരു ലൈവ്ലിഹുഡ്, അവരുടെ ഒരു ജീവിത മാർഗം അതാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തു, മനസ്സിലാക്കി. പിന്നീട് നമുക്കിനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയാം. ഡിഫറെൻറ്റ് കളേഴ്സ് വർ യൂസ്ഡ് ഇൻ ദ കേവ് പെയിൻറ്റിങ്സ്. അവർ പല പല നിറങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഗുഹാചിത്രങ്ങൾ എന്ത് ചെയ്തിരുന്നത്, വരച്ചിരുന്നത്. ദ കളേഴ്സ് വർ മെയ്ഡ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർഡ് ലാറ്ററൈറ്റ്. ചെങ്കൽ മണ്ണിൽ നിന്നും അതുപോലെ തന്നെ പല പല സസ്യങ്ങളുടെയൊക്കെ ഭാഗങ്ങളും പൊടികളും ചാറുകളും ഒക്കെ എടുത്തു വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, കേവ് പെയിൻറ്റിങ്സ് വരച്ചുകൊണ്ടിരുന്നത്. ഇൻ അഡീഷൻ ടു ദ ഫിഗേഴ്സ് ഓഫ് ബൈസൺ ആൻഡ് ബോർ ദാറ്റ് യു സീ ഇൻ ദ ഗിവൺ പിക്ചേഴ്സ് ദ ഫിഗേഴ്സ് ഓഫ് ഹോഴ്സ്, ഡീർ, ലയൺ, ലെപ്പേർഡ്, ബിയർ, ഹൈന എക്സ്ട്രാ ഓൾസോ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് കേവ്സ്. അതായത് നമ്മളിപ്പോൾ ഈ ബൈസൻ്റെയും ബോറിൻ്റെയും ഒക്കെ കൂടാണ്ട് ഇപ്പോൾ ഈ ചിത്രത്തിലോട്ടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് കൂടാതെ തന്നെ എന്തിൻ്റെയൊക്കെ, മാനിൻ്റെയും കുതിരയുടെയും സിംഹത്തിൻ്റെയും ലെപ്പേർഡിൻ്റെയും അങ്ങനെ ഒരുപാട് കഴുത, അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല ഗുഹാചിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആനിമൽ ഫാറ്റ് വാസ് യൂസ്ഡ് ആസ് ഫ്യൂൽ ഫോർ ലൈറ്റനിങ് ഇൻ ദ കർവ്സ് വെയർ സൺലൈറ്റ് വാസ് ഇൻസഫിഷ്യൻറ്റ്. ഈ ഗുഹകളിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ഗുഹകളിലും സൂര്യപ്രകാശമൊന്നും എത്തത്തില്ല. അപ്പം ഈ സൺലൈറ്റ് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗുഹകളിൽ അവരെന്ത് ചെയ്തു, ആനിമൽ ഫാറ്റ്, മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിരുന്നു, അത് കത്തിച്ചിട്ടാണ് അവരവിടെ താമസിച്ചിരുന്നത്. ദ പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ആർ ദ എവിഡൻസസ് ഫോർ ദ പ്ലാനിങ് ഓഫ് ദ ഹണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് ദ പ്രേ. അതായത് ഈ ഒരു അവരിപ്പോൾ ഓരോ ദിവസവും വേട്ടയിടാൻ പോകും. അപ്പോൾ ഇന്ന് വേട്ടയിടാൻ പോകുന്നിടത്താണോ നാളെ വേട്ടയിടാൻ പോകുന്നത്, അങ്ങനെ അവർ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിരുന്നു, ഈ ഗുഹാചിത്രങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നു, കോറിയിട്ടിരുന്നു, വരച്ചിട്ടിരുന്നു. പിക്ചേഴ്സ് വേ ഡ്രോൺ ഓൺ ദ സീലിംഗ് ഓഫ് ദ കർവ്സ് ആസ് വെൽ. അതായത് ഈ ഗുഹയുടെ സീലിംഗിൽ മുകൾ ഭാഗത്തൊക്കെ എന്ത് ചെയ്തിരുന്നു, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടിരുന്നു. ദിസ് സ്റ്റാൻഡ്സ് ഇൻ ദ എവിഡൻസസ് ഫോർ ദ ഡെക്സ്റ്ററിറ്റി ഓഫ് ഏർലി ഹ്യൂമൻസ്. ഇതൊക്കെ ഈ പറഞ്ഞ പ്രാചീന മനുഷ്യരുടെ ഡെക്സ്റ്ററിറ്റി, അവരുടെ വൈദഗ്ധ്യത്തിൻ്റെ, അതായത് അവരുടെ കഴിവിൻ്റെ തെളിവുകളാണ് ഈ പറഞ്ഞതെല്ലാം. അതിനിടയ്ക്ക് നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഹോഴ്സ്, ഡീർ, ലയൺ, ലെപ്പേർഡ്, ബിയർ കരടിയാണ്. അതുപോലെ തന്നെ ഹൈന എന്ന് പറയുന്നത് കഴുതപ്പുലിയാണ് കേട്ടോ, കാട്ടുകഴുതയല്ല, കഴുതപ്പുലിയാണ് ഹൈന എന്ന് പറയുന്നത്. അതെന്തായാലും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എങ്കിൽ നമുക്കിനി അടുത്തതിലോട്ട് ഇവിടെ നോക്കിയാട്ടെ. കേവ് പെയിൻറ്റിങ്സ് ആർ എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഏർലി ഹ്യൂമൻ ലൈഫ് സബ്സ്റ്റാൻഷിയേറ്റ്. അതായത് ഗുഹാചിത്രങ്ങളെന്ന് പറയുന്നത് പ്രാചീന
പ്രാചീനകാല മനുഷ്യനെക്കുറിച്ചുള്ള അറിവുകളുടെ ഒരു ഉറവിടമാണ്. അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം എന്താ, അപ്പോൾ ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമ്മളെ തൊട്ട് മുന്നേ പറഞ്ഞ കേവ് പെയിൻറ്റിങ്സിൽ നിന്നാണ് നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലായത്. കേവ്സ് ആണ് അവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെക്കണം കേട്ടോ. നമ്മൾ ഈ തൊട്ട് മുന്നേ പറഞ്ഞ പാരഗ്രാഫാണ് ഈ ഒരെണ്ണത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, residue of cooked food, ashes, bones and skulls of animals, leftovers of fruits, vegetables and freshwater fishes etc. were also discovered from the caves. ഈ ഗുഹകളിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ കുക്ക്ഡ് ഫുഡ് അല്ലാണ്ട് പാചകം ചെയ്ത ഭക്ഷണം അല്ലാതെ തന്നെ ഓരോ മൃഗങ്ങളുടെ എല്ലുകളും സ്കള്ള് തലയോടും അതും ഇതും, അതായത് ഫ്രൂട്ട്സിൻ്റെ ഈ കഴിച്ചതിൻ്റെയൊക്കെ ബാക്കിയും വെജിറ്റബിൾസും അതുപോലെ തന്നെ മത്സ്യങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഗുഹാചിത്രങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു. വാട്ട് else can we comprehend from them about the early human life? അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്ന കാര്യങ്ങൾ? ദേ കുക്ക്ഡ് ഫുഡ്, അതുകൊണ്ടല്ലേ ഈ ഭക്ഷണം പാചകം ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയതെന്നുള്ളത്. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് മെയിനായിട്ടും ആ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം. ഇനി ഇതിൻ്റെ ആൻസറായിട്ട് തന്നെ വരുന്നത് ബാക്കിയുള്ള നമ്മളൊരു കുറച്ച് നിങ്ങൾക്ക് ഹിൻറ്റ് തന്നിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലഷ് ഓഫ് ആനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷസ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, ഏർലി ഹ്യൂമൻ്റെ ഫുഡായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാലിയോലിത്തിക് ഏജിലുള്ള മനുഷ്യനെക്കുറിച്ച് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അവരുടെ എന്താണ് പ്രധാനപ്പെട്ട അവരുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം എന്തൊക്കെ പോയിന്റ്സാണ് വേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫുഡിനെ കുറിച്ച് എന്താ മനസ്സിലായത്? ദ 100 ആനിമൽസ് വൈ യൂസ്ഡ് ആസ് ഫുഡ്, ഇല്ലേ? വേട്ടയാടിയ മൃഗങ്ങളെ അവർ ഫുഡായിട്ട് യൂസ് ചെയ്തിരുന്നു. ദേ യൂസ് ടു കുക്ക് ഫുഡ്, അവർ ഭക്ഷണം പാചകം ചെയ്തിരുന്നു. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രഷ് വാട്ടർ, ഫിഷസ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, ഇൻക്ലൂഡഡ് ഇൻ ദയർ ഫുഡ്, അവരുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ദ പാലിയോലിത്തിക് ഹ്യൂമൻസ് ഹണ്ടഡ് കളക്റ്റീവ്ലി, നമ്മൾ പറഞ്ഞു കൂട്ടമായിട്ടാണ് അവർ വേട്ടയാടാൻ പോയിരുന്നത്. ദ സ്ട്രോങ്ങർ എമോങ് ദം ലെഡ് ദ ഗ്രൂപ്പ്, അവരിൽ ഏറ്റവും ശക്തനായിട്ടിരുന്നവൻ ആരാണോ അവനാണ് ആ ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. ഇല്ലേ, നിങ്ങൾ കൂട്ടുകൂടുമ്പം കൂട്ടത്തിൽ ഇച്ചിരി വികൃതി കൂടിയവനായിരിക്കും നിങ്ങളുടെ ഗ്യാങ് ലീഡർ. അതുപോലെ ഏർലി ഹ്യൂമൻ എന്ത് ചെയ്തിരുന്നു, അവരിൽ ഏറ്റവും ശക്തനായിട്ടുള്ളവനായിരുന്നു അവരെ നയിക്കുന്നത്. അപ്പോൾ അവർ കൂട്ടമായിട്ട് പോകുമ്പോൾ ഒരാളുടെ ലീഡറായിട്ടുണ്ടായിരുന്നു. There was no gender difference in hunting, അവരുടെ ജെൻഡർ ഡിഫറൻസ് ഒന്നും, ലിംഗവ്യത്യാസമില്ല, അതായത് ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. They ate the flesh of 100 animals and carcasses, അതായത് അവരെന്ത് ചെയ്തിരുന്നു, ഈ വേട്ടയാടിയ മൃഗങ്ങളെയും ചത്ത മൃഗങ്ങളുടെയും മാംസ്യം എന്ത് ചെയ്തിരുന്നു, ഫുഡായിട്ട് അവർ യൂസ് ചെയ്തിരുന്നു കേട്ടോ. ഫോർ ഹണ്ടിങ് ദേ മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പാലിയോലിത്തിക് ഏജിലുള്ള മനുഷ്യൻ പ്രധാനമായിട്ടും യൂസ് ചെയ്തിരുന്നത് സ്റ്റോൺസ് ആയിരുന്നു, അവരുടെ ടൂൾസ്. അതായത് അവരുടെ ആയുധങ്ങളായിട്ട് അവരെന്താണ്, സ്റ്റോൺസ് ആണ് മെയിനായിട്ടും യൂസ് ചെയ്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. റഫ് സ്റ്റോൺസ് വേർ ദ ടൂൾസ് ഓഫ് ദ പാലിയോലിത്തിക് മെയിൻ. ഇവിടെ നോക്കിയാട്ടെ, പാലിയോലിത്തിക് ടൂൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താ, പരുക്കൻ കല്ലുകൾ, അതാണ് റഫ് സ്റ്റോൺസ്, അതായിരുന്നു അവരുടെ ആയുധങ്ങളായിട്ട് അവർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും അത് ഓർത്തു വെക്കുക. They also used bones of animals, ivory, ആനക്കൊമ്പ്, പീസസ് ഓഫ് വുഡ് എക്സെട്ര ആസ് വെപ്പൺസ്, ആനക്കൊമ്പും അതുപോലെ തന്നെ തടി കഷ്ണങ്ങളും ഒക്കെ എന്ത് ചെയ്തിരുന്നു, അവർ ഉപയോഗിച്ചിരുന്നു. ഹൈഡ് ആൻഡ് ബാർക്ക് വെയർ യൂസ്ഡ് ആസ് ക്ലോത്ത്, അതായത് മൃഗങ്ങളുടെ തോലും മരത്തോലും, ഹൈഡ് മൃഗങ്ങളുടെ തോലാണ്, അത് വേട്ടയാടുന്ന മൃഗങ്ങളുടെ തോൽ എന്ത് ചെയ്തിരുന്നു, അവർ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മരത്തിൻ്റെ തോല്, വലിയ വലിയ മരത്തിൻ്റെ തോലും അവരെന്ത് ചെയ്ത് ക്ലോത്തായിട്ട് യൂസ് ചെയ്തിരുന്നു. കാരണം ശ്രദ്ധിച്ചിരിക്കുക, കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ടൈമിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹൗ ഡിഡ് ദ പാലിയോലിത്തിക് ഹ്യൂമൻസ് മേക്ക് യൂസ് ഓഫ് ഹണ്ടിങ് അതർ ദാൻ ഫോർ ഫുഡ്, അതായത് ഈ ഹണ്ട് ചെയ്യുന്നത്, വേട്ടയാടുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഡിഡ് ദ പാലിയോലിത്തിക് ഹ്യൂമൻസ് മേക്ക് യൂസ് ഓഫ് ഹണ്ടിങ് അതർ ദാൻ ഫോർ ഫുഡ്, അതായത് ഭക്ഷണത്തിലല്ലാണ്ട് പാലിയോലിത്തിക് ഏജിലുള്ള പ്രാചീനകാല മനുഷ്യർ വേട്ടയാടുന്നതിന് എന്തിനു വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട്, അവരെന്ത് ചെയ്യുന്ന ഹൈഡ്, മൃഗങ്ങളുടെ തോൽ എന്ത് ചെയ്തിരുന്നു, അവർ ക്ലോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത് നോക്കിയാട്ടെ, ദ ബോൺസ് ഓഫ് ആനിമൽസ് വൈ യൂസ്ഡ് ആസ് നീഡിൽസ് ഫോർ സീയിങ്, അതായത് അവരുടെ ഈ പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ അവരിങ്ങനെ മരത്തോല് കൊണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം ആയിരിക്കും അവരുടെ വസ്ത്രങ്ങൾ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നിർമ്മിക്കുന്നതിനൊക്കെ
നെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് തുന്നുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരുന്നു, ഈ മൃഗങ്ങളുടെ ബോൺസ് അവർ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ, ഹൗ ഡിഡ് ദ പാലിയോലിത്തിക് ഹ്യൂമൻസ് മേക്ക് യൂസ് ഓഫ് ഹണ്ടിങ് അതർ ദാൻ ഫോർ ഫുഡ്, അതായത് ഭക്ഷണത്തിനല്ലാണ്ട് ഈ വേട്ടയാടുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് അപ്പം നോക്കിയാട്ടെ, പാലിയോലിത്തിക് ടൂൾസ് കണ്ടോ, പ്രാചീനകാലം മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, ഇങ്ങനെ പാറക്കഷ്ണങ്ങൾ, പരുക്കൻ സ്റ്റോൺസ് ആണ്. അവർ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല, കിട്ടുന്നതൊക്കെ എടുത്ത് മൃഗങ്ങളെയോ ഇനി എന്തിനാണോ മുന്നിൽ വരുന്നത് അതിനൊക്കെ എറിഞ്ഞ് വീഴ്ത്തിയും കുത്തിയെടുത്തും ഒക്കെയാണ് അവരെന്ത് ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് എത്രയോ നാളുകൾക്ക് മുന്നെയാണ്, അതായത് മനുഷ്യൻ്റെ ആദ്യകാല മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ, അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ അന്ന് ഇവർ ഈ ഉപകരണങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അടുത്തുണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ പാലിയോലിത്തിക് ഹ്യൂമൻ ലൈഫ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ കേവ്സ്, കണ്ടക്ട് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻറ്റ്. അതായത് പാലിയോലിത്തിക് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച്, അവർ ഗുഹകളിലാണ് താമസിച്ചിരുന്നുള്ളത് അറിയാം. ഓരോന്നിനെ ടൂൾസ് എന്തൊക്കെയായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്, റഫ് സ്റ്റോൺസ് യൂസ് ചെയ്തിരുന്നു, പിന്നെ ബോൺസ് ഓഫ് ആനിമൽസ്, ഐവറി ആനക്കൊമ്പ്, അതുപോലെ പീസസ് ഓഫ് വുഡും ഒക്കെ എന്ത് ചെയ്തിരുന്നു അവർ ടൂളായിട്ട് യൂസ് ചെയ്തിരുന്നു. അടുത്തത് എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഷെൽട്ടർ ചോദിച്ചിട്ടുണ്ടല്ലോ, പിന്നെ സോഷ്യൽ ലൈഫ്, ആർട്ടിസ്റ്റിക് സ്കിൽസ്, ഫുഡ്, മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, പ്ലാനിങ്, യൂസ് ഓഫ് ഫയർ. ഇത് ഓരോന്നും നമുക്കറിയാം. യൂസ് ഓഫ് ഫയർ നമ്മൾ പറഞ്ഞല്ലോ, ഫയർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്, ഫയർ വാസ് യൂസ് ടു ഗെറ്റ് ലൈറ്റ് ഇൻ ദി കേവ്സ്. പിന്നീട് നമ്മൾ പറഞ്ഞു ആർട്ടിസ്റ്റിക് സ്കില്ല് നമ്മളറിയാം, പിക്ചേഴ്സ് എന്ത് ചെയ്തിരുന്നു അവർ കേവ്സിൻ്റെ സീലിങ്ങിലും ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. പിന്നെ പ്ലാനിങ്ങിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിക്ചേഴ്സ് ഓഫ് ദ ഹണ്ടിങ് ആർ ദ എവിഡൻസസ് ഓഫ് ദ പ്ലാനിങ് സ്കിൽ, അല്ലേ. ഈ വേട്ടയാടുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ അവർ ഗുഹകളിൽ കോറിയിട്ടിരുന്നത് അവരുടെ ഒരു ആസൂത്രണത്തിൻ്റെ, പ്ലാനിങ്ങിൻ്റെ ഒരു എവിഡൻസസ് ആയിരുന്നു എന്നുള്ളത്. പിന്നെ ഹണ്ടിങ് ആയിരുന്നു അവരുടെ ലൈവ്ലിഹുഡ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതെന്തായാലും ഇതൊരു ക്വസ്റ്റ്യനായിട്ട് വരത്തില്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളും ഹിൻസും ഒക്കെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ, ക്യാൻ ദ പാലിയോലിത്തിക് ഏജ് ബി ടേംഡ് ആസ് ദ ഏജ് ഓഫ് ഹണ്ടേഴ്സ്, വൈ? ഈ പാലിയോലിത്തിക് ഏജിനെ നമുക്ക് ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്ന് പറയാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, അവരെന്താ റഫ് സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്തിരുന്നു, ആനിമൽസിൻ്റെ ബോൺസ്, സ്കൾസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ആനിമൽസിൻ്റെ പിക്ചേഴ്സ്, നമ്മൾ ഫസ്റ്റ് പിക്ചർ കണ്ടല്ലോ, എല്ലാ ആനിമൽസിൻ്റെ ആയിരുന്നു കൂടുതലും. അതൊക്കെ റിവീൽ ചെയ്യുന്ന കാര്യം എന്താണ്, ഹണ്ടിങ് വാസ് ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഓഫ് ദ ഓൾഡ് സ്റ്റോൺ ഏജ് മെൻ, അല്ലെങ്കിൽ പാലിയോലിത്തിക്. അതായത് ഹണ്ടിങ് ആണ് മെയിനായിട്ടുള്ള കാര്യം. ദ പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ആർ ദ എവിഡൻസസ് ഓഫ് പാലിയോലിത്തിക് ഹ്യൂമൻ. അവരുടെ അതായത് പ്രാചീനകാല മനുഷ്യരുടെ എന്താണ് മെയിനായിട്ടുള്ള ജീവിതമാർഗം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു, ഹണ്ടിങ് ആണ്. സോ പാലിയോലിത്തിക് ഏജ് ക്യാൻ ബി കോൾഡ് ആസ് ദ ഹണ്ടിങ് ഏജ്. അപ്പോൾ അതിനകത്തുനിന്ന് ആ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത് ഈ ഒരു കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. There are several pieces of evidence for the technological advancement of early human. അതായത് ഈ അന്ന് ആലോചിച്ചോണം, നമ്മളിപ്പോഴത്തെ ഉള്ള നമ്മൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര സാഹചര്യങ്ങളാണ് അവർ അന്ന് ജീവിച്ചിരുന്നത്. എന്നിട്ടും അവർ ടെക്നോളജിക്കലി ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് അവർ ഉണ്ടായിരുന്നു. The making of tools and their improvement helped them to attach such progress. A few of the കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രോഗ്രസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. പാലിയോലിത്തിക് ഏജിലെ സ്റ്റോൺ സ്റ്റാച്യൂസ് വെയർ മെയ്ഡ്, അതായത് ശിലാപ്രതിമകൾ എന്ത് ചെയ്തിരുന്നു അവർ നിർമ്മിച്ചിരുന്നു. അപ്പോൾ പാലിയോലിത്തിക് ഏജിൻ്റെ, പാലിയോലിത്തിക് ഹ്യൂമൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പോയിൻറ്റ്സ് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. മലയാളത്തിലുള്ളത് പഠിച്ച് വെക്കുക, എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കുക. അങ്ങനെയൊക്കെ പഠിച്ചെങ്കിൽ അത് നിലനിൽക്കും എല്ലാ കാലത്തും കേട്ടോ. ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വേർഡ് കിട്ടിയില്ലെങ്കിൽ, ചില കുട്ടികൾ ഇപ്പോൾ സ്റ്റോൺ സ്റ്റാച്യൂസ് വെയർ മെയ്ഡ് അങ്ങനെ ഇങ്ങനെ പഠിച്ചു, അങ്ങനെ പഠിക്കരുത്, മനസ്സിലാക്കി മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് ഓൺ കർവ്സ് ആൻഡ് റോക്സ്. അതായത് മൃഗങ്ങളുടെ കൊമ്പിലും അതുപോലെ തന്നെ ഗുഹകളിലും പാറകളിലും ഒക്കെ എന്ത് ചെയ്തിരുന്നു, അവർ പിക്ചേഴ്സ്, ചിത്രങ്ങൾ വരച്ചിരുന്നു. അതവരുടെ ഒരു വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ്. ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡഡ് ഫ്രം ക്ലേ. കളിമണ്ണ് കൊണ്ട് അവർ എന്ത് ചെയ്തിരുന്നു, മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺ, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെയർ മെയ്ഡ്. അതായത് ആനക്കൊമ്പ് കൊണ്ടും അതുപോലെ മൃഗങ്ങളുടെ എല്ലുകൾ കൊണ്ടും
കല്ലുകൾ കൊണ്ടും ചിപ്പികൾ കൊണ്ടും ഒക്കെ എന്ത് ചെയ്തിരുന്നു, അവർ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. കണ്ടോ, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. വെസൽസ് വെയർ വൂവൺ ഔട്ട് ഓഫ് ദ ബാർക്ക് ഫൈബർ, അതായത് മരനാര് കൊണ്ട് അവർ എന്ത് ചെയ്തിരുന്നു, ഓരോ പാത്രങ്ങൾ, തളികളൊക്കെ നിർമ്മിച്ചിരുന്നു. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെയർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്, അതായത് ഓടക്കുഴൽ പോലെ ഇങ്ങനെ വിൻഡ്, അതായത് മൃഗങ്ങളുടെ എല്ലുകൾ കൊണ്ട്. ഇപ്പോൾ വലിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുമ്പോൾ അപ്പോൾ അതിനകത്തൊക്കെ ചില ഹോൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവർ ഈ ഫ്ലൂട്ട് പോലുള്ള ഇൻസ്ട്രുമെൻ്റ് അന്നേ അതുകൊണ്ടൊക്കെ നിർമ്മിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള എവിഡൻസസ് തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എക്സാമിന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് അബൌട്ട് ദ ടൂൾസ് ആൻഡ് ദ ഫുഡ് ഓഫ് ദ പാലിയോളിത്തിക് പീപ്പിൾ ഫ്രം ദ കേവ് പെയിൻറ്റിങ്സ് ഓഫ് ദാറ്റ് ഏജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച പോർഷനാണ്. കേവ് പെയിൻറ്റിങ്സിൽ നിന്നും എന്തൊക്കെ, അതായത് ഫുഡിനെ കുറിച്ചും ടൂൾസിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടൂൾസ് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെപ്പൺസ് എന്തുകൊണ്ടാണ് അവർ റഫ് സ്റ്റോൺസ് കൊണ്ടാണ്. പിന്നെ ബോൺസ് ഓഫ് ആനിമൽസും ഐവറിയും വുഡ് പീസസും ഒക്കെ എന്ത് ചെയ്തു, വെപ്പൺസായിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ അവരുടെ ഫുഡ് എന്തൊക്കെയായിരുന്നു, 100 ആനിമൽസ് ആണ്. 100 ആനിമൽസിനെയാണ് അവർ ഫുഡായിട്ട് യൂസ് ചെയ്തിരുന്നത് അല്ലേ. ദ 100 ആനിമൽസ് വെയർ യൂസ്ഡ് ആസ് ഫുഡ്. അതുപോലെ തന്നെ ദേ യൂസ് ടു കുക്ക് ഫുഡ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രഷ് വാട്ടർ, ഫിഷസിനെയൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു, ദേ ഇൻക്ലൂഡഡ് ഇൻ ദ ഫുഡ്. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ. പിന്നെ എന്തായാലും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഒന്നും ഓർത്തിരിക്കുക തീർച്ചയായിട്ടും. ഇനി അടുത്ത ഒരു പോയിന്റിലോട്ട് പോകാം. ദ ഫീൽഡ് ഇൻ വിച്ച് പാലിയോളിത്തിക് മാൻ അറ്റൈൻഡ് പ്രോഗ്രസ് ആർ ലിസ്റ്റഡ് ബിലോ. ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഫ്രം ദി യൂണിറ്റ്. അതായത് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു പോയിന്റ് തന്നെ ഉണ്ട് ഇതിനകത്ത്. സ്കൾപ്ചർ, അതായത് ശില്പങ്ങളെ നിർമ്മിക്കുക. ശില്പകലയിൽ അവരുടെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു, അവർ സ്റ്റോൺ സ്റ്റാച്യൂസ് ഉണ്ടാക്കി, ഇപ്പം പറഞ്ഞതല്ലേ. അതുപോലെ തന്നെ ഹ്യൂമൻ ഫിഗേഴ്സ് എന്ത് ചെയ്തിരുന്നു, അവർ കളിമണ്ണിൽ നിന്ന് ഹ്യൂമൻ ഫിഗേഴ്സ് വെ മോൾഡഡ് ഫ്രം ക്ലേ. അത് എന്തായാലും ഓർത്ത് വെക്കുക. പിന്നെ പെയിൻറ്റിങ്ങിനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പിക്ചേഴ്സ് വൈ ഡ്രോൺ ഓൺ ദ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ദ ആനിമൽസ് ആൻഡ് ഓൺ കേവ്സ് അല്ലേ. അതുപോലെ തന്നെ കേവ് സീലിങ്സിലും നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് മുന്നേ ഉള്ള പോയിന്റുകൾ തന്നെയാണ്. അത് നിങ്ങൾ വായിച്ചിട്ട് തീർച്ചയായിട്ടും അത് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ കാര്യത്തിലാണ്. എന്താണ് ഹാൻഡിക്രാഫ്റ്റ്? കരകൗശലം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, ബാർക്ക് ഫൈബറിൽ നിന്ന് അവർ വെസൽസ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺ, സ്റ്റോൺസ്, അതുപോലെ തന്നെ ഷെൽസ്, അതെന്തായാലും ഓർത്ത് വെക്കുക. പിന്നെ ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നീട് എന്താ ബാർക്ക് ഫൈബറിനകത്തുനിന്ന് വെസൽസ് ഒക്കെ അവർ നിർമ്മിച്ചത്. അതൊക്കെ എന്തായാലും ഹാൻഡിക്രാഫ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് തന്നെയാണ്. ഭീംബേട്ക ഇൻ മധ്യപ്രദേശ് ഈസ് എ റിമാർക്കബിൾ പാലിയോളിത്തിക് സൈറ്റ്. നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഈ ഭീംബേട്ക കണ്ടായിരുന്നു അല്ലേ, ആദ്യത്തെ ഒരു ഡയഗ്രത്തിൽ. ഇതെന്ന് പറയുന്നത് പാലിയോളിത്തിക് സൈറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റാണ്. റോക്ക് ഷെൽട്ടർ വാസ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി സൈറ്റ്. അതായത് പാറക്കഷ്ണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശിലാതാവളങ്ങളായിരുന്നു ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ബിസൈഡ്സ് ഭീംബേട്ക ദർ ആർ സെവറൽ സച്ച് സൈറ്റ്സ് ഇൻ ഇന്ത്യ ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഫോർ ദ പാലിയോലിത്തിക് ഹ്യൂമൻ ലൈഫ്. അതായത് ഈ ഭീംബേട്ക കൂടാതെ തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. നർമ്മദ വാലി ഏത് സ്റ്റേറ്റിലൊക്കെ ആയിട്ട് വരുമെന്നറിയാമോ? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. അത് ഓർത്ത് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക, നിങ്ങളത് കണ്ടെത്തേണ്ടതാണ്. നാഗാർജുനകൊണ്ട ഏത് സ്റ്റേറ്റിലാണ്? ആന്ധ്രാപ്രദേശിലാണ്. അടുത്തത് ഹംസി എവിടെയാണ്? കർണാടകയിലാണ്. കുർണൂൽ കേവ്സ് ആന്ധ്രാപ്രദേശിലാണ്. എന്തായാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ അത് വായിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക മാക്സിമം. ബാക്കി നിങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച്, ഇതിപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വേണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ജെന്യുവനായിട്ട് പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് അത് ബാക്കി ചെയ്യാൻ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ പറയുക മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.